അപ്പൊ അടുത്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങാൻ നേരം കണ്ടക്ടർ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് മലയാളികൾ അത്ര ഇഷ്ടമല്ല. പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. നമ്മൾ തീരുമാനിച്ചു ഗൈസിന് പറയില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് മധുരയിലോട്ട് ഒരു ട്രിപ്പ് പോവാണ്. നമ്മുടെ കൂടെ പിടിച്ചൊരു കുട്ടിയുടെ കല്യാണമാണ് മധുരയിൽ വെച്ചിട്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ഒരു തമിഴ് സ്റ്റൈൽ വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് ട്രെയിന്. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ, കാരണം മറ്റന്നാൾ ഇവിടെ ആറ്റുകാൽ പൊങ്കാലായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും റോഡ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നേരെ തമ്പാനൂർ വരും. നമുക്കപ്പോ അവിടെ പോയിട്ട് കാണാം. ഫേക്ക് ഫ്രണ്ട്സ് നമ്മളില്ലാതെ മിറർ സെൽഫി എടുക്കുകയാണ്. വിഷമില്ലല്ലോ. ഗൈസ്, ഇവിടുത്തെ ഓട്ടോ 2 പടിയായിട്ടാണ്. നോക്കി ഇവരിതാ ഇങ്ങനെ താഴെ. നമ്മൾ ഇങ്ങോട്ട് വന്ന റൈഡ് ഫൺ റൈഡായിരുന്നു, അഡ്വഞ്ചർ റൈഡായിരുന്നു. ഓട്ടോ ചേട്ടൻ പട്ടീനേക്ക് ഇടിക്കാൻ വേണ്ടി വന്ന് പിന്നെ ഒരു കല്ലിന്റെ പുറത്ത് കേട്ടി നമ്മൾ ചത്തില്ലെന്നേ ഉള്ളൂ. 10 രൂപയും കൂടെ കിട്ടാറുണ്ട്. ഇവിടെ എച്ചി കണക്ക് പറയണ എല്ലാവരും. 10 രൂപ 10 രൂപ. നമ്മളിപ്പോ ഉദപ്പതക്കനൂറിലാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരം കണ്ടക്ടർ പറഞ്ഞു ഇവിടത്തെ ആൾക്കാർക്ക് മലയാളികളെ അത്ര ഇഷ്ടമല്ല, പെട്ടെന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. പിന്നെ നമുക്കിവിടെ ടിക്കറ്റും ലേഡീസിന് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. ഇങ്ങോട്ട് ഇതുവരെ വരാൻ നേരം നമുക്ക് 30 രൂപ ആയതേ ഉള്ളൂ നമ്മൾ 6 പേര് വന്നപ്പോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് ജഡ്ജ്മെന്റലാണ് ഗൈസ്. എല്ലാവരും എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് വയറും കാണിച്ചാണ് ഇരുന്നത് സാരി എടുത്തോണ്ട്. പക്ഷെ എന്നെ ജഡ്ജ് ചെയ്യണുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് റെഡിയായി ഗൈസ്. പൂജമുറി ഗൈസ്. ഇതിവിടെ വേറൊരാളുണ്ട്. ഹായ് പറ. ഹായ് ഹായ് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് കല്യാണ മണ്ഡപം. നമുക്ക് അങ്ങോട്ട് പോകണം. നടന്നു പോയാൽ മതി, അടുത്താണ്. തമിഴ്നാട് സദ്യ കഴിക്കുകയാണ്. 3 കറിയാണുള്ളത്. പിന്നെ അച്ചാറില്ല, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടല്ല. കറി കുറവാണെങ്കിലും രുചിയുണ്ട്. വലിയ പപ്പടമാണ്. കണ്ടിട്ട് തരാം. അത് ഫ്ലവർ, ഇത് ഫയർ. നമ്മൾ തീരുമാനിച്ചു ഗൈസിന് പറയില്ല. അടുത്ത വീഡിയോ മുതൽ ഫസ്റ്റ് ഇൻട്രോയിൽ മാത്രമേ ഗൈസ് എന്ന വാക്ക് കാണുള്ളൂ. അപ്പം നമ്മൾ പറയില്ല ഗൈസ്. നടന്ന് വരുമ്പോഴാണ് പറഞ്ഞോ ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇവിടെ 2 ഗുണ്ടകൾ ഭയങ്കര അടി. വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ചാടി ഡെഡായി നമ്മള്. ഇങ്ങനൊക്കെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂല. നമ്മൾ മരിച്ചിട്ടില്ല, ജീവനോടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട്. ഇവിടുത്തെ ഓട്ടോക്കാർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. രാവിലെ വന്നപ്പോഴും നമ്മള് എങ്ങനെയൊക്കെയാണ് ഇവരുടെ നടുവൊക്കെ പാടമായി. നമ്മള് ഡെഡായി ഗൈസ്. വീണ്ടും ഗൈസ് ഡെഡായി നമ്മൾ. ഇത് കുത്തുവരേലും
ഇങ്ങനെ എടുക്കരുത്, ഞാൻ നമ്മള് ഗിവ് അവേ ജയിച്ചു ഫ്രീ വണ്ടർലാ ടിക്കറ്റ്സ്. ഞങ്ങൾ പോകുന്നു വണ്ടർലയിലേക്ക്. നിങ്ങൾക്ക് 6 ഫ്രീ ടിക്കറ്റ്സ് വേണോ? നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി മധുരല്ല, ഈ സ്ഥലത്തിന്റെ പേരെന്തോ, അരപ്പാളയത്ത് വന്നു. എന്നിട്ട് നമ്മള് ബൺ പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാൻ പോകണം. അപ്പൊ റിവ്യൂ കഴിച്ചിട്ട് പറയാം. അതെ, രാവിലെ നെഗറ്റീവ് എനർജി കയറ്റാനായിട്ട് ഹൊറർ സിനിമ കാണാൻ എല്ലാവരും. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. എന്നെ പോലെ പോസിറ്റിവിറ്റി ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ അപ്പുറത്തുള്ള കടയിൽ. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. പിന്നെ വൈകിട്ട് മീനാക്ഷി അമ്മൻ കോവിലിൽ പോയി തൊഴുതിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകും. നല്ല വെയിലുണ്ട്. അകത്തിരുന്നപ്പോൾ ഇത്ര വെയിൽ തോന്നിയില്ല. നമ്മളപ്പോൾ മധുര മീനാക്ഷിയിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. നമ്മൾ ബാഗിങ് ഇവിടെ വെച്ച് നമുക്ക്, കാരണം 12 hours നമുക്ക് റൂം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വൈകിട്ട് വരെ നമ്മൾ ബാഗ് ഇവിടെ വെച്ചിട്ട് കഴിക്കാൻ പോയിട്ട് നമ്മൾ ചെന്നൈ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. അതെ, ചെന്നൈ ബിരിയാണി. Guess where we are going next? നമ്മളിപ്പോൾ ചെന്നൈ സിൽസിലാണ്. ഫാദിക്ക് ഒരു പാൻറ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവർക്ക് പാൻറ് ഇല്ല. ഇപ്പൊ പാൻറ് ഇട്ടിട്ടുണ്ട്, പക്ഷേ വേറെ കളറാണ്. പച്ച ഡ്രസ്സിൻ്റെ കൂടെ നീല പാൻറ്റാണ് കൊണ്ടിട്ടായിരുന്നത്. നമ്മളല്ല ഇവളിട്ടേക്കുന്നത്. ഇന്നിവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരു 20 പ്രാവശ്യം വഴക്കൂടി കാണും. ഇന്ന് അടിച്ച് പിരിഞ്ഞിട്ടേ നമ്മൾ ഈ ട്രിപ്പ് നിർത്തുള്ളൂ. നമ്മളങ്ങനെ മീനാക്ഷി അമ്മൻ ടെമ്പിളിലെത്തി. പക്ഷേ നമ്മൾ ഭയങ്കര അൺലക്കിയാണ്. കാണിച്ചു തരാം. ഫുൾ പണി നടക്കുകയാണ്. അതിൻ്റെ നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഇനി അകത്തേക്ക് തൊഴുതിട്ട് പോവാം. ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി ഒന്നും നടക്കില്ല. നീ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് സംഭവം എല്ലാവരും സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് നോക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. പോലീസ് ആ സാധനം നോക്കാം. അതിന്റെ തിരിക്കും അവർക്ക്. ഇത് നോക്കടി, നേരെ പൊട്ടാക്കണ്ടി. നമ്മളങ്ങനെ തൊഴുതിറങ്ങി ഇപ്പോൾ ഒരു കടയിലാണുള്ളത്. നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ അമ്മച്ചിമാർ കയറി ഇടയിലൊക്കെ കയറാൻ നോക്കി. പക്ഷേ ഫണ്ണായിരുന്നു. ഞാൻ കുറേ ദൈവത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും ഫണ്ണാക്കി. പിന്നെ ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ ഒന്നും വാങ്ങൂല, ജസ്റ്റ് ഒന്ന് കയറി വിലയൊക്കെ നോക്കിയിട്ട് തിരിച്ചിറങ്ങും. എന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും.
നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നു. കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഇവര് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി അടിപൊളിയായിരുന്നു. പക്ഷെ കൊത്തു പൊറോട്ട അത്ര പോലും നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് കൊള്ളണം. പിന്നെ ഈ ജാം സോസ് ജാമിന്റെ ടേസ്റ്റ് ആണ്. നമ്മള് തിരിച്ചു പോവാണ്. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മുടെ ട്രെയിൻ എത്താറായി. ഇവിടെ നിന്നാണ് എടുക്കുന്നത് ട്രെയിൻ. ഇവിടെ ഓൾറെഡി ഇവിടെ കിടക്കുവാണ് ട്രെയിൻ. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ വാഷ്റൂം ഒക്കെ നല്ല വൃത്തിയായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. റോഡൊന്നും അത്ര വൃത്തിയില്ലെങ്കിലും ഞാൻ വിചാരിച്ച് കണ്ണും അടച്ച് കയറാന്ന് വെച്ചാൽ നല്ല ക്ലീൻ. അങ്ങോട്ട് എവിടെ പോകുന്നു? നമ്മളങ്ങനെ തമ്പാനൂരെത്തി. എന്ത് വൃത്തി ഇവിടെയൊക്കെ. ഇനി ഒരു ഊബർ വിളിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിയാണ്. അടുത്ത ട്രിപ്പ് ടു വണ്ടർല. നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് ഗിവ് അവേ ടിക്കറ്റ്സ് കിട്ടിയതിന് ശേഷം ഇനി വണ്ടർലയിലോട്ട് പോകും. ബൈ ഗൈസ്.